ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയൊരു പ്രോമോ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു പ്രോമോയ്ക്കകത്ത് ഓരോരുത്തരെ വീതം സേവ് ചെയ്യാൻ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ആദില സേവ് ചെയ്യുന്ന 2 പേര് അനുമോളും നൂറയുമാണ്. സ്വാഭാവികം. അപ്പൊ ലാലേട്ടൻ പറയുന്നു 2 പേരെ സേവ് ചെയ്യാൻ പറ്റില്ല, ഒരാളെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നൂറയെ സേവ് ചെയ്യത്തുള്ളൂ. പിന്നെ അനീഷിനോട് ചോദിക്കുന്ന സമയത്ത് അനീഷും പറയുന്നുണ്ട് നൂറയെ സേവ് ചെയ്യണമെന്ന്. സാബ്മാനോട് ചോദിക്കുമ്പോൾ സാബ്മാനും പറയുന്നുണ്ട് നൂറയെ സേവ് ചെയ്യണം. എന്നിട്ട് പിന്നെ ടഫ് ചോദ്യമാണല്ലോ ലാലേട്ടാന്ന് അങ്ങനെ എന്തോ പറയുന്നുണ്ട്. എല്ലാ ചോദ്യവും ഇവന് ടഫാണ് കേട്ടോ. അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു പ്രോമോ. ഈ പ്രോമോയ്ക്കകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആദില സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആദിലയുടെ തൊട്ട് താഴെ 2 കണ്ണും പിന്നെ മുടിയും. അതാരാണ് എന്താണെന്നൊന്നും പ്രോമോയ്ക്കകത്ത് വിശദമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അത് ഷാനവാസ് ആണെന്ന് തന്നെയാണ് തോന്നുന്നത്. ഷാനവാസ് ആണ്. ഷാനവാസിന്റെ കണ്ണ് കണ്ടാൽ അറിയാം. ഈ 10-85 ദിവസമായിട്ട് ലൈവ് കാണുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഷാനവാസിന്റെ കണ്ണും മുടിയൊക്കെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഷാനവാസ് ആണ് അവിടെ ഇരിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലുള്ള ഒരു ഗ്രാൻഡ് എൻട്രി ആയിരിക്കും ഷാനവാസിന്റെ. അതേപോലെ ഞാനിത് പറയാനായിട്ടുള്ള വേറൊരു കാരണം, ആദിലയും ഷാനവാസും മാത്രമാണ് കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ വരാതിരുന്നത്. ഇവർ 2 പേരും മാത്രമാണ് എവിക്ഷനിലും ഇല്ലാത്തത്. അപ്പൊ അതുകൊണ്ട് ഇവർ 2 പേരും മാറിയൊരു അറ്റത്തേക്കായിരിക്കും ഇരിക്കുന്നത്. പ്രോമോയിൽ എല്ലാവരും ഒരുമിച്ച് കാണിക്കുന്ന സമയത്ത് ആദിലയും ഇല്ല, ഷാനവാസും ഇല്ല. അതിനർത്ഥം അവർ 2 പേരും ഒരറ്റത്തേക്കാണ് ഇരിക്കുന്നത്. എവിക്ഷനിലുള്ളവർ അപ്പുറത്തെ അറ്റത്തേക്ക്. എവിക്ഷനെ പറ്റിയാണല്ലോ ലാലേട്ടൻ സംസാരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡില് ഷാനവാസ് പ്രവേശിക്കാത്തതുകൊണ്ടായിരിക്കണം ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തില്ല. സത്യമായിട്ടും പറയുകയാണ്, ഷാനവാസ് അവിടെ ഒരു വലിയ ടോപ്പിക് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഷാനവാസ് തിരിച്ച് പ്രവേശിക്കാത്തത് കൊണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറവ് ഫീൽ ചെയ്തിരുന്നു. അതിപ്പോ എല്ലാ കാര്യത്തിലും ഷാനവാസ് ഒരു മേജർ ടോപ്പിക് ആയിരുന്നു ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ. അത് അദ്ദേഹം കൂടി അവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറെ കൂടെ നല്ല രീതിയിൽ ഈ ഒരു ചർച്ച പ്രോഗ്രസ് ആയി പോയേനെ. പക്ഷെ ഷാനവാസ് ഇല്ലായിരുന്നു. അതെനിക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഈ ഇപ്പൊ റിവ്യൂ പറയുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഷാനവാസിന്റെ ഒരു പക്ഷം കൂടി കേൾക്കുകയായിരുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീഷൻ വന്നേനെ എന്ന് തോന്നുന്നു. അപ്പൊ നാളെയാണ് ഷാനവാസ് തിരിച്ച് ഹൗസിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പൂർവാധികം ശക്തിയോടെ തന്നെ ഷാനവാസ് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥനയൊക്കെ ഷാനവാസിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഷാനവാസ് തിരിച്ച് വന്നിരിക്കുന്നത്. ആദിലയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. പ്രോമോയ്ക്കകത്ത് ഭയങ്കരമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഉള്ളവർക്ക് ഡീകോഡ് ചെയ്യാൻ വേണ്ടി എഡിറ്റർ വെച്ചിരിക്കുന്നതായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ ഷാനവാസ് ഉണ്ട്, ഷാനവാസ് വരുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ, പേടിക്കൊന്നും വേണ്ട. പിന്നെ ലാലേട്ടൻ ഈ ഒരു പ്രോമോയ്ക്കകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഗെയിം മാത്രമല്ല, നമ്മുടെ ഈ ഷോയുടെ ടോട്ടൽ അസസ്മെന്റ് ഒക്കെ എടുത്തിട്ട് ഒരാളെ പുറത്താക്കും എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആര്യൻ തന്നെയാണ് പുറത്താകുന്നത്. തുടക്കം പോലെ ആര്യന്റെ ഗ്രാഫ് വളരെ മോശമാണ്. അത് PR-ന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം ആര്യൻ അവിടെ നിലനിന്നതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് സത്യമാണ്. ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ആര്യനാണ് പുറത്താവുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂവും ഈ ഒരു പ്രോമോയ്ക്കകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ 2 രഹസ്യങ്ങൾ പ്രോമോയ്ക്കകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.